നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീനാരായണപുരത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി പിടി. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരണം നടത്തിയ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരമായ യുവതിക്കെതിരെ പരാതി നൽകി ദേവസ്വം. ജയിൽ വകുപ്പിലെ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ കറക്ഷണൽ സർവീസ് മെഡലിനും മുഖ്യമന്ത്രിയുടെ പ്രിസൺ സർവീസ് മെഡലിനും അർഹനായ ആരിഫ് KM കക്കേരിയെ പഴുവിൽ സൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം. പാലക്കൽ പാലിശ്ശേരി സ്വദേശി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി പിടി. മദ്യലകം ശ്രീനാരായണപുരത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് 7,500 രൂപ മോഷണം പോയതായി ക്ഷേത്രം ജീവനക്കാരനായ ശ്രീനാരായണപുരം സ്വദേശിയായ കാരയിൽ വീട്ടിൽ രമേശ് ബാബു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മദ്യലകം പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു. ഈ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി വരവെ മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചതിനെ തുടർന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പ്രതി ആരാണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതിയായ കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോ എന്നയാളെ ആഗസ്റ്റ് 23 പുലർച്ചെ ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൈവശത്തിൽ നിന്നും 7,430 രൂപയും പിടിച്ചെടുത്തു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരണം നടത്തിയ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരമായ യുവതിക്കെതിരെ പരാതി നൽകി ദേവസ്വം. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലാണ് ദേവസ്വം പരാതി നൽകിയത്. ജാസ്മിൻ ജാഫർ എന്ന മുൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഇൻഫ്ലുവൻസറുമായ യുവതി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് റീൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 ദിവസം മുമ്പാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ക്ഷേത്രകുളത്തിന്റെ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ട്. ഇവിടെ അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററാണ് പരാതി നൽകിയത്. പരാതി ലഭിച്ചതായും കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് നൽകിയെന്നും കോടതി നിർദ്ദേശിച്ചാൽ കേസെടുക്കുമെന്നും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പറഞ്ഞു. ജയിൽ വകുപ്പിലെ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ കറക്ഷണൽ സർവീസ് മെഡലിനും മുഖ്യമന്ത്രിയുടെ പ്രിസൺ സർവീസ് മെഡലിനും അർഹനായ ആരിഫ് KM കക്കേരിയെ പഴുവിൽ സൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അഡ്വക്കേറ്റ് KO ജോൺ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ഉമ്മർ പഴുവിൽ അധ്യക്ഷനായി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് പ്രസിഡന്റ് NK ഷാജഹാൻ, ഓട്ടംതുള്ളൽ കലാകാരൻ പഴുവിൽ ഗോപിനാഥ്, പഴുവിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PM ഇബ്രാഹിം, CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി CA ശിവൻ, കോൺഗ്രസ് ചെയർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM പരമശിവൻ, TO ദേവസി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുറച്ചുകൂടി വിപുലമായ തോതിൽ അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സംഘാടകർക്കും നേതാക്കൾക്കും സാധിക്കട്ടെ എന്ന അവസരത്തിൽ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട ആരിഫ് എനിക്ക് വളരെ സുപരിചിതനായ വ്യക്തി. ഞങ്ങൾ ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ വാർഡിലൊക്കെ അതുപോലെ തന്നെ പല അവസരത്തിലും എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ എന്നും സ്കൂളിൽ നടന്നു പോകുന്ന ആളാണ് ആരിഫ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അനുമോദിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ബാധ്യതയുടെ ഉത്തരവാദിത്തങ്ങളും അറിഞ്ഞുകൊണ്ട് ആ ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് നമ്മുടെ സമൂഹത്തോടും നമ്മുടെ ഗവൺമെൻറ്റിനോടും നമ്മുടെ ബാധ്യതയാണ്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ആദരണീയരായ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഒരു മെഡലിന് ഞാൻ അർഹനായതും കേരള മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹനായതും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം. പാലക്കൽ പാലിശ്ശേരി സ്വദേശി അറസ്റ്റിൽ. ചേർപ്പിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗികമായി ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പാലക്കൽ പാലിശ്ശേരി കോലോത്ത് വളപ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള ശ്രീഹരിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി
ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ചേർ പോലീസ് സബ് ഇൻസ്പെക്ടർ KS സുബിൻ, GSIM MS ഷാജി, CPOമാരായ സിസ്രി, ശരത് കുമാർ, സുധിൻ, ഷിബിൻ, വിപിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇരിങ്ങാലക്കുടയിൽ കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ആളൂർ മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജോയുടെ കാർ തട്ടിയത് ചോദ്യം ചെയ്തുള്ള വൈരാഗ്യത്തിൽ സിദ്ദീഖിനെയും കൂട്ടുകാരെയും ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു. 1-ാം പ്രതിയായ മിൽജോയെ 2025 ജൂലൈ 3-ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. ഈ കേസിലെ ഒളിവിൽ പോയ പ്രതികളായ കൊറ്റനല്ലൂർ കുതിരത്തടം സ്വദേശി വേലേപ്പറമ്പിൽ വീട്ടിൽ അബ്ദുൾ ഷാഹിബ്, കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ എന്നിവർ ആനന്ദപുരം എന്ന സ്ഥലത്ത് വെച്ച് യുവാവിനെ ആക്രമിച്ച് വാച്ചും മൊബൈൽ ഫോണും കവർ ചെയ്ത കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. തുടർന്ന് ഇരിഞ്ഞാലക്കുടയിൽ കേസിലേക്ക് വേണ്ടി കോടതിയുടെ അനുമതിയോടെയാണ് അബ്ദുൾ ഷാഹിദിനെയും നിഖിലിനെയും അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങി ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. നടപടികൾക്ക് ശേഷം ഇരുവരെയും ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ കേസിലേക്ക് കൂടി റിമാൻഡ് ചെയ്യുന്നതിന് റിപ്പോർട്ട് സഹിതം തിരികെ കോടതിയിൽ ഹാജരാക്കും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് സെന്ററിൽ വെച്ച് ഏകദിന പോഷക ആരോഗ്യ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും നടത്തി. കേന്ദ്ര പദ്ധതിയായ ICSS ധനസഹായത്തോടെ തീരദേശ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് അവലോകനം ചെയ്യുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 300ഓളം വീടുകളിൽ സർവേ നടത്തുകയും പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജ്ജ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഭക്ഷ്യസുരക്ഷ പോഷകാഹാരവും എന്ന വിഷയത്തിൽ ഡോക്ടർ രാകേഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചടങ്ങിൽ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് ന്യൂട്രി കിറ്റുകൾ വിതരണം ചെയ്തു. തുടർന്ന് കമ്മ്യൂണിറ്റി സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ PG, PhD വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ക്വിസ് മത്സരവും ബോധവൽക്കരണ സെക്ഷനുകൾ നടന്നു. കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സിജ തോമാച്ചൻ സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് ഡോക്ടർ അനീന നന്ദി രേഖപ്പെടുത്തി. സൈബർ ആക്രമണത്തിൽ നിരവധി പേർ വേട്ടയാടപ്പെടുന്നുണ്ടെന്നും സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന രീതി ശരിയല്ലെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് D. സിദ്ദിഖ് പറഞ്ഞു. തൃശൂർ DCC ഓഫീസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമായിരുന്നു അദ്ദേഹം. സൈബർ മേഖലയിൽ പോസ്റ്ററുകളിട്ട് ആളുകളെ തേജോവധം ചെയ്യുന്നതും ആക്രമിക്കുന്നതും സംബന്ധിച്ച് അത്തരം ആളുകൾ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാകണം. രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സൈബർ മേഖലയിൽ ആശാസ്യകരമല്ലാത്ത രീതിയിൽ നടത്തുന്ന ആക്രമണങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കാര്യം ഗൗരവത്തോടെ ആവശ്യപ്പെടുകയാണ് T. സിദ്ദിഖ് പറഞ്ഞു. നിരപരാധികളെയും അല്ലാത്തവരെയുമൊക്കെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സിദ്ദിഖ് പറയുന്നു. ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷന്റെ സർവീസ് റോഡിന്റെ ടാറിംഗ് ആരംഭിച്ചു. ഇതിനായി വാഹനങ്ങൾ വഴിമാറ്റി വിട്ടതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. തൃശൂർ എറണാകുളം റൂട്ടിൽ സർവീസ് റോഡിലാണ് ഇന്നലെ രാത്രി ടാറിംഗ് ആരംഭിച്ചത്. രാവിലെ 7 മണിയോടെ ഇത് പൂർത്തിയായി. ഈ സമയത്ത് മുരിങ്ങൂർ ഡിവൈൻ നഗർ അടിപ്പാതയിലൂടെ എറണാകുളം ഭാഗത്തുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നു. ഇതിനായി മറുഭാഗത്ത് സർവീസ് റോഡിൽ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തു. ഇതോടെയാണ് ഗതാഗതക്കുരുക്ക് സംഭവിച്ചത്. മേലൂർ, കാടുകുറ്റി പഞ്ചായത്തുകളിലെ പ്രാദേശിക വഴികളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. എങ്കിലും ദേശീയപാതയിൽ കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിനിടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. അതിരപ്പള്ളി കണ്ണൻകുഴിയിലെ റിസോർട്ടിൽ കാട്ടാന ആക്രമണം. ഷിഹീം റിസോർട്ടിലാണ് ശനിയാഴ്ച രാവിലെ കാട്ടാന എത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ 5 ആനകളാണ് റിസോർട്ടിൽ എത്തിയത്. റിസോർട്ടിന്റെ ഗേറ്റ് തകർത്താണ് ആനകൾ അകത്തു കടന്നത്. പാർക്കിലും മറ്റും ചുറ്റിത്തിരിഞ്ഞ ആനകൾ ആളുകൾ ബഹളം വെച്ചതോടെ പുറത്തേക്ക് പോയി. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിൽകെട്ടി പ്രതിഷേധ സമരം നടത്തി. തൃശൂർ പടിഞ്ഞാറക്കോട്ടയിൽ നടന്ന പ്രതിഷേധ സമരം മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, RC ബീന, വൈസ് പ്രസിഡന്റ് സത്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് കിട്ടിയിട്ടില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു
രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതല്ല, രാജിവെച്ചതാണ്. രാഹുലിനെ രാജി ആവശ്യപ്പെടാൻ ഇടതുപക്ഷത്തിന് ധാർമ്മികതയില്ലെന്നും ഇടത് നേതാക്കൾക്കെതിരെ സമാന പരാതി ഉയർന്നപ്പോൾ ആരും രാജിവെച്ച് കണ്ടില്ലെന്നും അവർ പറഞ്ഞു. തൃശൂർ ജില്ലാ ഈഴവസഭ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ സമ്മേളനം ആഗസ്റ്റ് 24 തൃപ്രയാറിൽ നടക്കും. വൈകിട്ട് 3 മണിക്ക് നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആധ്യാത്മിക പ്രഭാഷണം, സാമ്പത്തിക സഹായ വിതരണം, പുതിയ മെമ്പർമാർക്ക് സഭയുടെ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയിൽ നടക്കും. ഈഴവസഭ പ്രസിഡന്റ് ടി കെ ഷൺമുഖൻ അധ്യക്ഷത വഹിക്കും. നാട്ടിക ശ്രീനാരായണ ഗുരു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ഷിബു ഉദ്ഘാടനം ചെയ്യും. സ്വാമി ദിവ്യാനന്ദഗിരി ആധ്യാത്മിക പ്രഭാഷണം നടത്തും. ഡോക്ടർ കെ കെ വിഷ്ണുഭാരതീയ സ്വാമികൾ പെരിങ്ങോട്ടുകര വിദ്യാഭ്യാസ അവാർഡ് സമർപ്പിക്കും. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത സാമ്പത്തിക സഹായ വിതരണം ചെയ്യും. റിട്ടയർഡ് മേജർ പ്രൊഫസർ ഡോക്ടർ സി എൻ വിശ്വനാഥൻ മെമ്പർഷിപ്പ് വിതരണം ചെയ്യും. ദേശീയപാത 66 കൊടുങ്ങല്ലൂർ CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും അനുകൂല നിലപാടുണ്ടാക്കാൻ BJP പരിശ്രമിക്കുന്നുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം TK കൃഷ്ണദാസ് പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ജനങ്ങളുടെ ഇന്ന് കാണുന്ന ദുരിതത്തിന് യാതൊരു പരിഹാരവും കാണാത്ത ഭരണാധികാരികളാണ് കൊടുങ്ങല്ലൂർ ഭരിക്കുന്നത്. അടിപ്പാത വിഷയത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നൽകാൻ കഴിയാത്ത നഗരസഭാ നേതൃത്വം ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് MLA ഉൾപ്പെടെയുള്ളവർ പ്രദേശത്തിന്റെ ആവശ്യം ചൂണ്ടിക്കാട്ടി കാട്ടുന്നതിലും പരാജയപ്പെടുന്നുവെന്നും PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം മേൽപ്പാലങ്ങളും അടിപ്പാതകളും ലഭിച്ചപ്പോഴും കൊടുങ്ങല്ലൂരിൽ മാത്രം ലഭിക്കാതെ പോയത് ഭരണപരാജയമാണ് ചൂണ്ടിക്കാട്ടുന്നത്. CI ഓഫീസ് സന്ദർശിച്ച PK കൃഷ്ണദാസിനെ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ജെന്നി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണപുരത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി പിടി. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരണം നടത്തിയ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരമായ യുവതിക്കെതിരെ പരാതി നൽകി ദേവസ്വം. ജയിൽ വകുപ്പിലെ വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ കറക്ഷണൽ സർവീസ് മെഡലിനും മുഖ്യമന്ത്രിയുടെ പ്രിസൺ സർവീസ് മെഡലിനും അർഹനായ ആരിഫ് KM കക്കേരിയെ പഴുവിൽ സൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം. പാലക്കൽ പാലിശ്ശേരി സ്വദേശി അറസ്റ്റിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.